എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മാൻ വർക്ക് സ്പേസിൽ നിന്നും ഒരു കളക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ എക്സ്പോർട്ട് ചെയ്ത കളക്ഷൻ എങ്ങനെ പോസ്റ്റ്മാൻ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കളക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി കളക്ഷന് നേരെയുള്ള 3 ഡോട്ട്സ് ഉള്ള ഐക്കണെ ക്ലിക്ക് ചെയ്യുക, വ്യൂ മോർ ആക്ഷൻസ് എന്നുള്ള ബട്ടൺ. അതെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. ആ എക്സ്പോർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഡീഫോൾട്ടായിട്ട് വരുന്ന ഓപ്ഷൻസ് തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് കളക്ഷൻ എന്ന പോപ്പിനകത്ത് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് ലൊക്കേഷനിലേക്കാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏത് ലൊക്കേഷനിലേക്കാണ് ഈ കളക്ഷൻ സേവ് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് കളക്ഷൻ സേവ് ചെയ്യുകയാണ്. ഇത് .json ഫോർമാറ്റിലായിരിക്കും ഈ കളക്ഷൻ സിസ്റ്റത്തിലേക്ക് എക്സ്പോർട്ട് ആകുന്നു. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൽ എക്സ്പോർട്ടായ കളക്ഷൻ നോക്കാം. ജേസൺ സെർവർ കളക്ഷൻ എന്തായിരുന്നോ ആ കളക്ഷൻ്റെ പേര് .postman കളക്ഷൻ. അതിൻ്റെ ഫയലിൻ്റെ ടൈപ്പ് ജേസൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കളക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ കളക്ഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം Notepad++. അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊരു കീ വാല്യൂ ഫോർമാറ്റിൽ ജേസൺ, ഈ ഒരു പർട്ടിക്കുലർ ജേസൺ ഫയലിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഇൻഫോയ്ക്കകത്ത് പോസ്റ്റ്മാൻ ഐ ഡി, നെയിം, സ്കീമയുടെ ഫോർമാറ്റ്, പിന്നെ അതിനകത്തുള്ള ഓരോ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള പേര്, ആ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് എല്ലാം ഈ ജേസൺ ഫയലിനകത്തുണ്ട്. അപ്പം ഒരു സോഫ്റ്റ്വെയർ കമ്പനി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ടെസ്റ്ററോ അല്ലെങ്കിൽ ഡെവലപ്പറോ ആരും ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു കളക്ഷൻ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വർക്ക് സ്പേസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ശേഷം ആ കളക്ഷൻ ആർക്കാണോ ഈ കളക്ഷൻ ആവശ്യമുള്ളത് അവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഈ സി പ്ലേലിസ്റ്റിനകത്ത് എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തും അതുവഴി നമുക്ക് ടീംമേറ്റ്സിന് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് വേറൊരു വഴിയാണ്. എക്സ്പോർട്ട് ചെയ്ത ശേഷം ആ കളക്ഷൻ ജേസൺ ഫയൽ ഫോർമാറ്റിലുള്ള കളക്ഷൻ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത കളക്ഷൻ എങ്ങനെയാണ് പോസ്റ്റ്മാൻ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഇമ്പോർട്ട് ഒരു ബട്ടൺ പോസ്റ്റ്മാൻ അവൈലബിൾ ആണ്. ഈ ഇമ്പോർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുന്ന കളക്ഷൻ ചൂസ് ചെയ്യാം. ഞാൻ എക്സ്പോർട്ട് ചെയ്ത കളക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇമ്പോർട്ട് എലമെന്റ്സ് എന്നൊരു സ്ക്രീന് പോസ്റ്റ്മാനിൽ വരും. അതിനുശേഷം ഇമ്പോർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി അതേ പേര് ഒരു കളക്ഷൻ ഉള്ളതുകൊണ്ട് കളക്ഷൻ എക്സിസ്റ്റ് പോപ്പ് കാണിക്കും. ഒന്നുകിൽ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ടസ് കോപ്പി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഞാൻ റീപ്ലേസിന് ഒരു ഇമ്പോർട്ടസ് കോപ്പി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതേ പേരിലുള്ള അതേ കളക്ഷൻ തന്നെയാണ്, പക്ഷേ അതിനകത്ത് പേര് കോപ്പി നമ്മൾ എക്സ്ട്രാ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ജേസൺ സെർവർ കളക്ഷനിലെ അതേ റിക്വസ്റ്റ് ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ക്രിയേറ്റ് പോസ്റ്റ്, ഗെറ്റ് പോസ്റ്റ് എല്ലാം അതേപടി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പോസ്റ്റ്മാൻ വർക്ക് സ്പേസിൽ നിന്ന് കളക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.